ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ലുലുവിലേക്ക് പോവുകയാണേ. അവിടെ 50% ഓഫ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. 50% ഓഫ് എന്നൊക്കെ കേട്ടാൽ പിന്നെ അവിടം വരെ പോയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനവും ഇല്ല. അതൊരു ശീലമായിപ്പോയി ഗൈസ്. ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് മെട്രോ സ്റ്റേഷൻ എത്തി. ടിക്കറ്റ് എടുത്തൊരു VIP വാക്ക് കിട്ടി പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. പിന്നെ സംഭവിച്ചതൊരു മിറാക്കിൾ തന്നെ. ഞാൻ സ്റ്റേഷൻ എത്തിയത് മെട്രോ എത്തി. സാധാരണ ഞാൻ എത്തുമ്പോൾ മെട്രോ പോയി കാണും. പിന്നെ അടുത്തത് വരുന്നവരെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലൈഫ് ഡിസിഷൻസ് ആലോചിച്ച് നിൽക്കുന്നതാണ് പതിവ്. പക്ഷെ ഇന്ന് ഭാഗ്യം എൻ്റെ കൂടെയായിരുന്നു. നേരെ മെട്രോയിൽ കയറി ലുലുവിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ എടപ്പള്ളി സ്റ്റേഷനെത്തി. സ്റ്റേഷനിൽ നിന്ന് നടക്കുമ്പോൾ മെട്രോ ബ്രിഡ്ജിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കിട്ടുന്ന വ്യൂ. ഓ, റോഡിലെ തിരക്കും ചെറിയ ചെറിയ വാഹനങ്ങളും ആളുകളുടെ ഓട്ടവും മുകളിൽ നിന്ന് കാണാൻ വേറൊരു ഫീല് തന്നെയാണ്. ഓരോ തവണ വരുമ്പോൾ ഓരോ വൈബാണ്. പക്ഷേ എനിക്ക് നൈറ്റ് വ്യൂ ആണ് ഇഷ്ടം. അടുത്ത തവണ രാത്രി വരുമ്പോൾ ആ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് മിസ് ചെയ്യരുതേ. അങ്ങനെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നേരെ ലുലുവിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു. കയറി ചെന്നപ്പോഴേ ആദ്യം കണ്ണിൽപ്പെട്ടത് ആ വലിയ 50% ഓഫ് ബോർഡ്. അതൊക്കെ നോക്കിക്കൊണ്ട് പതിയെ അകത്തേക്ക് നടന്നു. കുറച്ച് ചുറ്റിക്കറങ്ങിയ ശേഷം നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. ഇനി അവിടെയാണ് യഥാർത്ഥ പരീക്ഷണം. ഓഫർ കാണാൻ വന്നതാണോ, ഓഫർ കണ്ടിട്ട് കയ്യിലുള്ള കാശ് മുഴുവൻ ചെലവാക്കാനാണോ എന്ന് കണ്ടറിയാം. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. പിന്നെ എന്ത് സംഭവിച്ചെന്നോ, എക്സൈറ്റ്മെന്റിൽ വ്ലോഗ് എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓഫറും ഗ്രോസറിയും ഫുഡ് ഐറ്റംസും എല്ലാം നോക്കി നടന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്, അയ്യോ വ്ലോഗ് എടുക്കാനല്ലേ വന്നത്. അങ്ങനെ വീണ്ടും വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും ലുലു കണക്ട് വരെ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് വിശപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. വിശപ്പ് ഓർമ്മ വന്നാൽ പിന്നെ ഷോപ്പിംഗ് ഒക്കെ സൈഡ്. നേരെ ഫുഡ് കോർട്ടിലേക്ക്. അവിടെ എത്തിയതോടെ വ്ലോഗിനേക്കാൾ ശ്രദ്ധ മുഴുവൻ ഫുഡിലായി. അതുകൊണ്ട് ക്യാമറ വീണ്ടും ഓഫ്. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീർന്നു. ബാക്കിയെല്ലാം എൻ്റെ വയറിന് മാത്രമുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ബൈ.